ഹലോ ഗീസ്, ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതിന്റെ കുറച്ച് കണ്ടിന്യൂഷൻ കസ്റ്റമൈസേഷനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഈ വീഡിയോയിൽ ഇതിനു മുമ്പുള്ള സെഷൻസ് കാണാത്തവർക്കായിട്ട് വേർഡ്പ്രസ്സിലെ പ്ലേലിസ്റ്റിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ചെന്ന് കണ്ടിട്ട് ആ വീഡിയോ ചെയ്ത് തന്നെ പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റ സയൻസ്, ടെക്നോളജി, പ്രോഗ്രാമിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ടെസ്റ്റിംഗ് തുടങ്ങിയ വീഡിയോസ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിന്റെ ഗോൾ എന്ന് പറയുന്നത് തന്നെ ഏതൊരു കരിയർ ഗ്യാപ്പ് വന്നവർക്കും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു ടെക് ജോബ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഐ എം സാഹിർ. വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഫിഡിയർ ലേണിംഗ്. ഈ ഫോംസും സെയിം തന്നെയാണ്. നമ്മുടെ ഫോംസിൻ്റെ ഫോണ്ട്, കളർ, അതുപോലെ തന്നെ അതിൻ്റെ പാഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ 404 എറർ പേജിൻ്റെ ഒരു ഇമേജ് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലേഔട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ തീം ഐക്കൺ, അങ്ങനെയുള്ള തീം ഐക്കൺ ഡിസൈൻ ചെയ്യാം, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ബ്ലോഗാണ്. ഇത് നമ്മുടെ ബ്ലോഗ് പോസ്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ബ്ലോഗ് പോസ്റ്റിൻ്റെ ലേഔട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്, ബ്ലോഗിനകത്ത് വരുന്നത്. അതിനുശേഷം വരുന്നത് ഹെഡർ. ഈ ഒരു ഹെഡറിനകത്ത് നമ്മൾ എന്തൊക്കെ കാണുന്നു അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡർ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹെഡറിൻ്റെ സ്റ്റൈല് മാറ്റാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡറിൽ എന്തെങ്കിലും ആഡ് ചെയ്യണം. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ലോഗോ ആഡ് ചെയ്യണം എങ്കിൽ നമുക്ക് ലോഗോസിൽ, ഇപ്പം നമ്മൾ എഡ്യൂർ സ്റ്റുഡൻസ് ട്രെയിനിങ് എന്നല്ലേ നടക്കുന്നത്, നമുക്കൊരു ലോഗോ ഡിസൈൻ ചെയ്തതിന് ശേഷം അവിടെ ഒരു ലോഗോ ആഡ് ചെയ്ത് കൊടുക്കണം എങ്കിൽ അവിടെ ഒരു ലോഗോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനൊക്കെ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് മെനൂസ്, നമ്മുടെ ഇവിടെ കാണുന്ന ഈ ഒരു മെനു, അതിൻ്റെ പൊസിഷൻ മാറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സെൻറ്ററിലോട്ടാക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടാക്കാം, അല്ലെങ്കിൽ റൈറ്റിലോട്ടാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി അതിനുശേഷം സോഷ്യൽ മെനു എന്ന് പറഞ്ഞാൽ നമ്മൾ ചില വെബ്സൈറ്റ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അവരവരുടെ യൂട്യൂബ് ലിങ്ക്, ട്വിറ്റർ, അവരുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇങ്ങനെയുള്ള പേജുകളൊക്കെ ഈ ഒരു സൈഡിൽ ആഡ് ചെയ്തേക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കാനാണ്. ഇപ്പം നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കും അത് എനേബിൾ ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് താഴോട്ട് പോവുക, നമുക്ക് ഏതൊക്കെയാണോ ആഡ് ചെയ്യാനുള്ളത് ആ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ട്വിറ്റർ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്വിറ്ററിൻ്റെ ലിങ്ക് അവിടെ ഡയറക്റ്റ് നമ്മൾ ട്വിറ്ററിൽ പോവുക, അവിടെ നിന്ന് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ലിങ്ക് പേസ്റ്റ് ചെയ്താൽ നമ്മളൊരു സ്ലാഷ് മാർക്ക് കൊടുത്താലും അത് അവിടെ വരും. അതേപോലെ നമുക്ക് ഫേസ്ബുക്ക് ആഡ് ചെയ്യണം എങ്കിൽ നമുക്ക് ഫേസ്ബുക്കും അതുപോലെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ടെലഗ്രാം ആഡ് ചെയ്യണമെങ്കിൽ ടെലഗ്രാം ആഡ് ചെയ്യാം, ലിങ്ക്ഡിൻ ആഡ് ചെയ്യാം, നമ്മുടെ ടംബ്ലർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, യൂട്യൂബ് ആഡ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നിന്ന് ആഡ് ചെയ്ത് പോവാം. നമ്മുടെ മെയിൽ ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസ്കോഡ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കോഡ് ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നമ്മൾ പബ്ലിഷ് കൊടുത്താൽ മതി, നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺ ഇവിടെ വരും. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് മൊബൈൽ മെനു. നമ്മുടെ ഒരു മൊബൈലിൽ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെ കാണണം, അങ്ങനെ അതിനുള്ള ഡിസൈനൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ മെനു നമ്മുടെ മൊബൈലിനകത്ത് എങ്ങനെ കാണാൻ വേണ്ടി പറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഇവിടെ വരാത്തത് ജസ്റ്റ് നമ്മളൊന്ന് റീഫ്രഷ് കൊടുത്താൽ കേട്ടോ, അവിടെ വരും. ഓക്കെ, കണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനകത്തുനിന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഹെഡറാണ് നോക്കിയത്. ഇനി അടുത്ത് ടോപ്പ് ബാർ. ടോപ്പ് ബാറിനകത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഐക്കൺ ആഡ് ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. സെയിം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ടോപ്പ് ബാറിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ടോപ്പ് ബാറിൻ്റെ സ്റ്റൈല്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ ടോപ്പ് ബാറിൽ കണ്ടന്റ്, ഇപ്പോൾ ഇവിടെ പ്ലേസ് യുവർ കണ്ടന്റ് നടക്കുന്നില്ല, നമുക്ക് സോഷ്യൽ മീഡിയ ഐക്കൺസ് ആണെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ടോപ്പ് ബാറിൽ. ഇതിനേക്കാളും കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോഷ്യൽ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. സോഷ്യൽ സെലക്ട് ചെയ്യാം, നമുക്ക് ഏതൊക്കെ വേണം അതിൻ്റെയൊക്കെ ലിങ്ക് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം വരുന്നത് ഫൂട്ടർ വിഡ്ജറ്റ്സ് ആണ്. ഫൂട്ടർ വിഡ്ജറ്റിൻ്റെ ഡിസൈൻ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അടുത്ത് ഫൂട്ടർ ബോട്ടം. നമ്മുടെ ബോട്ടം ഫൂട്ടർ ഉണ്ട് ഇവിടെ ഏറ്റവും താഴത്തെ, ഇവിടെ ഈ കോപ്പി റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നില്ല, നമുക്കത് ചേഞ്ച് ചെയ്യാം. വേണമെങ്കിൽ കോപ്പി റൈറ്റ് അറ്റ് എഡ്യൂർ സ്റ്റുഡൻസ് എന്നോ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനാണ് നമ്മൾ ഫൂട്ടർ ബോട്ടം യൂസ് ചെയ്യുന്നത്.
ഇനി അടുത്ത് നമ്മുടെ സൈഡ് ബാറിൻ്റെ സെറ്റിങ്സ് ആണ്. നമ്മൾ സൈഡ് ബാർ അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാഡിങ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് കസ്റ്റം CSS ബാർ JS. ഇത് നമുക്ക് നമ്മുടെ ഒരു CSS കോഡോ അല്ലെങ്കിൽ JS കോഡോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ട് റൈറ്റ് ചെയ്ത് കൊടുക്കാം. അതനുസരിച്ച് നമ്മുടെ ഇതെന്താവും, ചേഞ്ച് ആവും. നമ്മുടെ വെബ് പേജ്, അതായത് ഈ ഒരു പേജ് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കുന്നത്, ഇത് ഒരുവിധം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്കിപ്പം കസ്റ്റമൈസേഷൻ ഒരുവിധം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കുന്നത് നമ്മുടെ പ്ലഗിൻസ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ പ്ലഗിൻസ് നേരത്തെ പറഞ്ഞായിരുന്നു പ്ലഗിൻസ് എന്താണെന്ന്. പ്ലഗിൻസ് എന്ന് പറയുന്നത് മിനി ബോർഡ്സ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ടാസ്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മിനി ബോർഡ്സ് ആണ് പ്ലഗിൻസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ പേജ് ഒന്ന് നല്ല രീതിയിൽ ഡിസൈൻ, ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പേജ് അതായതാണ്ടോ, ഒരു യൂസർ നമ്മുടെ പേജ് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. നമ്മുടെ ഹോം, ബ്ലോഗ്, സർവീസ്, എബൌട്ട് അസ്, കോൺടാക്ട് അസ്, നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ്, നമ്മുടെ കണ്ടന്റ്, പിന്നെ ലാസ്റ്റ് നമ്മുടെ ഒരു കോപ്പി റൈറ്റും കാണും. ഇങ്ങനെയായിരിക്കും ഒരു യൂസർ നമ്മുടെ കാണുന്നത്, വെബ്സൈറ്റ് കാണുന്നത്. ഇതിന് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമൈസേഷനകത്ത് ചെയ്യുന്നത് ഒരുപാട് ടഫ് പ്രോസസ്സാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്ലഗിൻസ് യൂസ് ചെയ്യാൻ പകരം ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന പ്ലഗിൻ എലമെൻറ്റർ എന്ന് പറയുന്ന പ്ലഗിനാണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, പ്ലഗിനകത്ത് പോവുക. പ്ലഗിനകത്ത് പോയതിന് ശേഷം ആഡ് ന്യൂ കൊടുക്കുക. ഓക്കെ, ആഡ് ന്യൂ കൊടുത്തിട്ട് നമുക്ക് ഏത് പ്ലഗിനാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എലമെൻറ്റർ എന്ന് പറയുന്നൊരു പ്ലഗിനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എലമെൻറ്റർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എലമെൻറ്റർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാണ്ടോ, എലമെൻറ്റർ വെബ്സൈറ്റ് ബിൽഡർ. അതിന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു 2 to 3 മിനിറ്റ് എടുക്കും കേട്ടോ. അത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഈ പ്ലഗിൻ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മുടെ പ്ലഗിൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പ്ലഗിൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ കണ്ടോ ഇവിടെ ഒരു എലമെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ കയറി വന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരെ വീണ്ടും പേജസിനകത്തോട്ട് പോവുക, ഓൾ പേജ് എടുക്കുക. അതിനകത്ത് നമ്മളിപ്പോൾ ഹോമാണ് ഇത്രയും നേരം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഹോം തന്നെ എഡിറ്റ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്, എഡിറ്റ് വിത്ത് എലമെൻറ്റർ. ഓക്കെ, നമ്മൾ എലമെൻറ്റർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എഡിറ്റ് വിത്ത് എലമെൻറ്റർ കൊടുക്കുക. കണ്ടോ, ഇതാണ് നമ്മുടെ എലമെൻറ്ററിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ വേർഡ്പ്രസ്സിനകത്ത് കസ്റ്റമൈസിനകത്ത് ചെയ്യുന്ന പോലെയൊന്നുമല്ല, ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മാത്രമല്ല അതൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് എളുപ്പമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ നാവിഗേറ്റർ ക്ലോസ് ചെയ്യാം. നമ്മൾ നാവിഗേറ്ററിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ ക്ലിക്ക് ചെയ്തു, അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് നാവിഗേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, നമ്മൾ നാവിഗേറ്റർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വേർഡ്പ്രസ് ഇതിൻ്റെ, അതായത് എലമെൻറ്ററിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് പരിചയപ്പെടാം. അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ആദ്യം ഒരു സ്ട്രക്ചർ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഒരു സ്ട്രക്ചർ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഡ്രാഗ് ചെയ്ത് മുകളിൽ കൊണ്ടിടാം, അല്ലെങ്കിൽ ഇതിനെ ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടിട്ടാലും മതി, മുകളിലാവും. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഇതിൻ്റെ ഓരോ ഇതായിട്ട് പരിചയപ്പെടാം. ഇത് ഈ ഇൻ്റർസെക്ഷൻ കണ്ടോ, ഈ ഒരു സാധനം നമുക്ക് 2 കോളൺ യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇവിടെ നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് കണ്ടന്റ് റൈറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യാം. രണ്ട് സൈഡിലും കണ്ടന്റ് നമുക്ക് റൈറ്റ് ചെയ്യാം. അതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നർസെക്ഷൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫോണ്ട്, ലേ ഔട്ട്, അതിൻ്റെ സ്റ്റൈല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഇവിടെ ഹെഡിങ് ആണ്. ഇപ്പോൾ നമുക്കൊരു ഹെഡിങ് ഇവിടെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളൊരു ഹെഡിങ് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു കണ്ടന്റിനകത്ത് നമുക്കിപ്പം
ഇവിടെ നിന്ന് ഇതൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഹെഡിങ് ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ H1 എന്ന് പറയുന്നത് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഹെഡിങ്ങും H6 എന്ന് പറയുന്നത് ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഹെഡിങ്ങുമാണ് കേട്ടോ. നമുക്കിവിടെ ഹെഡിങ് H1 തന്നെ കൊടുക്കാം. ഇനി സൈസ് നമുക്കത് സ്മോൾ ആക്കി കൊടുക്കാം, ഡിഫോൾട്ട് ആക്കി കൊടുക്കാം, മീഡിയം ആക്കി കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഡിഫോൾട്ട് തന്നെ ആക്കി കൊടുക്കാം. ഇനി കണ്ടോ, നമുക്ക് അപ്പുറത്ത് ഇതിൻ്റെ അലൈൻമെൻ്റ് ആണ്. നമുക്കത് ലെഫ്റ്റ് ആക്കണോ, സെൻറ്റർ ആക്കണോ, റൈറ്റ് ആക്കണോ, ജസ്റ്റിഫൈഡ് ആക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സെൻറ്റർ കൊടുക്കാം ഇതല്ലേ. സെൻറ്ററല്ലേ കുറച്ച് ബെറ്റർ. അതിനുശേഷം നമുക്കത് സ്റ്റൈൽ ചെയ്യാം. നമുക്ക് ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് കളറൊക്കെയാണ്. നമുക്ക് ടെക്സ്റ്റ് കളർ ഒന്ന് ബ്ലാക്ക് തന്നെ ആക്കി കൊടുക്കാം. ബ്ലാക്ക് ആയിരിക്കും കുറച്ച് ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, ബ്ലാക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതുണ്ടോ ടൈപ്പോഗ്രഫി, ഇതിൻ്റെ ഫോണ്ടൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. നമ്മുടെ ഫോണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ സൈസ് മാറ്റി കൊടുക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പോഗ്രഫിക്കകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ടെക്സ്റ്റ് ബോൾഡ് ആകണമെങ്കിൽ ബോൾഡ്, അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം വേർഡ് സ്പേസിങ്, ലെറ്റർ സ്പേസിങ്, ലൈൻ ഹൈറ്റ് എല്ലാം നമ്മൾ ടൈപ്പോഗ്രഫിക്കകത്താണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ സ്ട്രോക്ക്, ടെക്സ്റ്റിൻ്റെ ഷാഡോ, ബ്ലെൻഡ് മോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബ്ലെൻഡ് മോഡൊക്കെ മാറ്റി നമ്മളിപ്പോൾ എക്സ്ക്ലൂഷൻ ആയി കൊടുത്താൽ ടെക്സ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ഒരുമാതിരി ബ്ലറായ പോലെയൊക്കെ നിൽക്കും, അത്ര ക്ലിയർ അല്ലാത്ത രീതിയിലൊക്കെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റൈലിനകത്ത് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേ ഔട്ടിനകത്ത് നമുക്ക് മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യാം, പാഡിങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ വിഡ്ത്ത്, നമ്മുടെ പൊസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് മോഷൻ. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഫെയ്ഡ് ആവുന്ന രീതിയിൽ, ഇപ്പോൾ ഫെയ്ഡിങ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ആനിമേഷൻ കൊടുക്കാം. ഫെയ്ഡിങ് ഡൗൺ ആവുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ ആനിമേഷൻ കൊടുക്കാം. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് വരുന്ന രീതിയിൽ നമുക്ക് ആനിമേഷൻ കൊടുക്കാം. കണ്ടോ. അതുപോലെ തന്നെ ടെക്സ്റ്റ് സൂം ഡൗൺ ആവുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, സൂം ഇൻ ലെഫ്റ്റ് ആവുന്ന രീതിയിൽ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് എങ്ങനെ ആനിമേഷൻ കൊടുക്കണം അതേപോലുള്ള ആനിമേഷൻസ് മൊത്തം കൊടുക്കാം. കണ്ടോ. അതിനുശേഷം ഇവിടെ ആനിമേഷൻ ഡിലേ ടൈമാണ് നമ്മൾ കൊടുക്കുന്നത്. ആനിമേഷൻ എന്തുമാത്രം താമസിക്കണം ആ ഒരു ആനിമേഷൻ നടക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ മാക്സിമം ടൈം കൊടുക്കുന്നതനുസരിച്ച് ആ ടെക്സ്റ്റ് ഒന്ന് അത് ഒരുപാട് ഡിലേ എടുത്തേ ആ ഒരു ആനിമേഷൻ പ്രോസസ്സ് നടക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ബാക്കി ആനിമേഷൻ, അതുപോലെ തന്നെ ടെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിനകത്ത് വരുന്നത്, നമ്മുടെ അഡ്വാൻസ്ഡിനകത്ത് വരുന്നത്. ഓക്കെ, അടുത്തിനി നമുക്ക് നോക്കുന്നത്, നമുക്കൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഇമേജ് എടുക്കുക, ഇവിടെ കൊണ്ട് ഡ്രാഗ് ചെയ്തിടുക, അത്രേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇമേജിന് നമുക്ക് ആനിമേഷൻ കൊടുക്കാം, ഇമേജിൻ്റെ ക്യാപ്ഷൻ ആഡ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇമേജിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റിലോട്ട് വേണമെങ്കിൽ ലെഫ്റ്റ്, സെൻറ്റർ വേണമെങ്കിൽ സെൻറ്റർ, അങ്ങനെ അലൈൻമെൻ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വയ്ക്കാം. അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്, ഇമേജിനകത്ത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് എഡിറ്റർ, ഇത് ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് തരുന്നതാണോ. ഇതിപ്പോൾ ഡമ്മി ടെക്സ്റ്റ് ആണ്, ലോറ വെബ്സ്. നേരത്തെ ഞാൻ ഒരു ഡമ്മി ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്തിരുന്നൊരു ഇത് വെബ്സൈറ്റ് പറഞ്ഞു തന്നില്ലായിരുന്നു. അതേപോലെ ഒരു ഡമ്മി ടെക്സ്റ്റാണ് ഈ ഒരു ഡമ്മി ടെക്സ്റ്റ്. അപ്പോൾ നമുക്കത് മാറ്റി നമുക്ക് വേണമെങ്കിൽ ജെനുവിൻ ടെക്സ്റ്റ് റൈറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കുന്നത്. അടുത്ത് വീഡിയോ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് നമ്മുടെ ഒരു വെബ്സൈറ്റിൽ എന്തെങ്കിലും വീഡിയോ എടുത്തിടണം. ഇപ്പോൾ നമ്മൾ ആൾറെഡി ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു യൂട്യൂബിൻ്റെ ഡെമി വീഡിയോ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഒരു യൂട്യൂബിൻ്റെ ഡെമോ വീഡിയോ ആണ് വരുന്നത്. ഇപ്പം നമുക്കിത് മാറ്റി നമ്മുടെ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ വീഡിയോ അവിടെ കാണാൻ പറ്റും. ഈ വീഡിയോസ് നമുക്ക് പല രീതിയിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് വീഡിയോ എംബഡ് ചെയ്ത് വേണമെങ്കിലും ഇടാം. അതുപോലെ തന്നെ നമുക്ക് വീഡിയോയുടെ ലിങ്കും എടുത്തിടാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ എംബഡ് ചെയ്തിടുന്നതും ഹലോ ഗൈസ്, ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച കരിയർ അവസരങ്ങൾ എപ്പോഴും ഷെയറിനകത്ത് ഇവിടെ തന്നെ ഒരു എംബഡ് ലിങ്ക് ഉണ്ട് കണ്ടോ. ഈ ഒരു ലിങ്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ട് ഇട്ടാൽ മതി. ഇപ്പം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഈ ഒരു ലിങ്ക് കണ്ടോ, ഇത് നമുക്ക് കോപ്പി ചെയ്ത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഈ ഒരു ഡമ്മി വീഡിയോയുടെ ലിങ്ക് അവിടെ കിടക്കുന്നത്, അത് മാറ്റി നമ്മൾ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് അവിടെ കൊണ്ട് ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോ അവിടെ പ്ലേ ആവും. കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ വീഡിയോ ആണ്. ഒരു മിനിറ്റ്, ജസ്റ്റ് ലിങ്ക് ഫുള്ളായിട്ട് കോപ്പി ആയില്ല എന്ന് തോന്നുന്നു. അതെ,
ലിങ്ക് ഫുള്ളായിട്ട് കോപ്പി ആയിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തിടുക. നേരത്തെ ലിങ്ക് ഫുൾ കോപ്പി ആവാത്തതുകൊണ്ട് അങ്ങനെ വന്നത്. ഇതിപ്പം നമ്മുടെ വീഡിയോ വരും, കണ്ടോ? അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഓട്ടോ പ്ലേ വേണമെങ്കിൽ ഓട്ടോ പ്ലേ എനേബിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എത്ര നേരത്തെ വീഡിയോ പ്ലേ ആവണം, ഹലോ ഗൈസ്, ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച കരിയർ അവസരങ്ങൾ എപ്പോഴും ഉള്ളത് ഫൈനാൻഷ്യൽ ഫീൽഡ്സ് ആണെന്ന് പലപ്പോഴും തോന്നുന്നുണ്ട്. മികച്ച ഫൈനാൻഷ്യൽ ജോബ് റോൾസ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ ഓട്ടോ പ്ലേ വേണ്ട, സക്സസ്ഫുൾ നമ്മൾ ആകുമെന്ന് തമ്മിൽ മാത്രം വീഡിയോ തമ്മിൽ മാത്രം കണ്ടാൽ മതിയെങ്കിൽ അത് നമ്മൾ ഓട്ടോ പ്ലേ ഓഫ് ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ മ്യൂട്ട് വേണമെങ്കിൽ മ്യൂട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ സ്റ്റൈലിങ്, ആസ്പെക്ട് റേഷ്യോ ഉണ്ടോ, ആസ്പെക്ട് റേഷ്യോ നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വീഡിയോ കുറച്ചുകൂടെ വലുതായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ വീഡിയോ നല്ലോണം വലുതായിട്ട് നിൽക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഇഷ്ടമുള്ള ആസ്പെക്ട് റേഷ്യോയിലോട്ട് മാറ്റി കൊടുക്കാം. ഓക്കെ, നോർമലായിട്ട് ചൂസ് ചെയ്യുന്നത് 16:9 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഈ ഒരു ആസ്പെക്ട് റേഷ്യോ വേണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കൊരു വീഡിയോ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ.